Hello dears, welcome back to my channel once again face to face Rasina. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ കയറി ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട്, വീഡിയോസ് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത് തൊട്ട് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ 3 ഓപ്ഷൻസ് വരും. അതിൽ നിങ്ങൾ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ. ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾക്ക്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ടിപ്സ് എന്ന് വെച്ചാൽ ഇന്നും ഞാനൊരു സ്കിൻ കെയർ ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ കുക്കിംഗ് വീഡിയോസ് എല്ലാം ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു ട്രൈപോഡെല്ലാം ഞാൻ മേടിച്ച് വെച്ചു. പക്ഷേ എന്താ പറയുക, കാരണവശാൽ എനിക്ക് കുക്കിംഗ് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. കാരണം എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു ഇരുണ്ട സമയമാണ്. ഒരു 6:30-7 മണിയെല്ലാം ആവാറുണ്ട്. ആ സമയത്ത് ഞാൻ വീഡിയോസിന് എന്താ പറയുക, വീഡിയോസ് എടുക്കാൻ വേണ്ടി എനിക്ക് നന്നായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ളൊരു കുക്കിങ്ങിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു എന്താ ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഈ കൊറോണ എല്ലാം കഴിഞ്ഞതിന് കൊണ്ട് തന്നെ ഒരു കല്യാണ സീസണെല്ലാം ആയത് നമ്മളെ ഫീൽഡ് കുറച്ചൊന്ന് തിരക്ക് പിടിക്കുമല്ലോ. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഈ കുക്കിംഗ് വീഡിയോസ് എല്ലാം എടുക്കാനും ബുദ്ധിമുട്ടാവുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ശ്രമിക്കാം കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഒരു മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊന്നും സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. കാരണം എൻ്റെതായ കുറേ പേഴ്സണൽ കാര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ, അതായത് എൻ്റെ വീടും എൻ്റെ ഷോപ്പും അതിൻ്റെ നടുക്ക് കൂടെ ഞാനിങ്ങനെ എന്താ ബിസി ആയിട്ട് ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് വീഡിയോസ് ഒന്ന് ഷൂട്ട് ചെയ്യാനും എടുക്കാനും പിന്നെ അതിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു കണ്ടന്റ് കണ്ടെത്താനും എനിക്ക് സമയം കിട്ടുന്നില്ല. വീട്ടിലാണെങ്കിൽ വീട്ടുജോലിയും പിന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും. അപ്പം ഞാൻ പറഞ്ഞതല്ലേ, എൻ്റെ വീട്ടിലുള്ള പിന്നെ പക്ഷിക്കുഞ്ഞുങ്ങളും താറാവും കോഴിയും അതെല്ലാം കുറച്ച് നോക്കും. അതിൻ്റെ കൂടെ കുറച്ച് പൂച്ചെടികളും അങ്ങനെയുള്ള സമയം വീട്ടിൽ കുറച്ച് സമയം ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. പിന്നെ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പിലത്തെ ജോലികൾ കൂടുതൽ ഉണ്ടാകും, കസ്റ്റമേഴ്സ് ഉണ്ടാകും, അവരുടെ ഹാൻഡിൽ ചെയ്യണം. ഒരു പക്ഷേ കസ്റ്റമറുടെ ജോലി കഴിഞ്ഞിട്ട് അവർ പെട്ടെന്ന് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഒരു പക്ഷേ അവർ അങ്ങനെ പോവാറില്ല കേട്ടോ, ഇരുന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയെല്ലാം ടൈം കുറേ ഫ്രീ ഉള്ള ടൈമിലാണെങ്കിലും ചില പേര് ഇങ്ങനെ വർത്തമാനം പറയാനോ വേണ്ടിയിരിക്കാറുണ്ട്. അപ്പോൾ എന്താ, എനിക്ക് ആ ഒരു സമയത്ത് വീഡിയോസ് അവരുണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യാനും എനിക്കൊരു വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരാഴ്ചയായി വീഡിയോസ് ഡിലേ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഇടുന്നത് പോലെ ഒരു വീഡിയോസ് ഇപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, പല കാരണങ്ങൾ കൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പിന്നെ ടിപ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ടിപ്സ് നമ്മുടെ ഒരു സ്കിൻ ഗ്ലോവും സ്കിന്നിന് നല്ല ഒരു ചെറുപ്പം നിലനിർത്തുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്കിന്നിന് നമുക്ക് നമ്മുടെ ഫേസിന് ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ മാറാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വൈറ്റമിൻ സി ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കാറുണ്ട്, ഓക്കെ. പക്ഷേ എന്നാലും ഒരു പക്ഷേ അത് മതിയാവില്ല. നമ്മൾ എന്നും ഇപ്പോൾ ഫ്രൂട്ട്സ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ തന്നെ നമ്മൾ കഴിക്കണോ, നമ്മളെ മെനുവിൽ ഉൾപ്പെടുത്തണമെന്നില്ല. നമ്മൾ എപ്പോഴെങ്കിലും ആയിരിക്കാം ഒരു പക്ഷേ നാരങ്ങ, ഓറഞ്ച് അങ്ങനെയുള്ള ജ്യൂസസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ കഴിക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ മതിയാവാതെ പോകുമ്പോഴാണ് നമ്മൾ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നത്. സ്കിന്നിന് ഒരു ഗ്ലോയിങ് ഉണ്ടാവില്ല, ഒരു യുവത്വം ഉണ്ടാവില്ല, ഒരു തിളക്കം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം വൈറ്റമിൻ സിയുടെ ഒരു കുറവാണ് നമ്മുടെ ഫേസിലും നമ്മുടെ ഓൾ ഓവർ ബോഡിയുടെ സ്കിന്നിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോസിൽ, ഒരുപാട് നാരങ്ങ വെള്ളം പിന്നെ ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് എല്ലാം നമ്മൾ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക. അതിലെല്ലാം ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അതായത് ഇപ്പം ഓറഞ്ച് ആണെങ്കിൽ കഴിക്കുമ്പോൾ ചില പേർക്ക് അലർജി ഉള്ള ആൾക്കാരുണ്ട്. തുമ്മലും പ്രശ്നങ്ങളും ജലദോഷം അല്ല പിന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ എങ്ങനെയാണ് നമുക്ക് ഓറഞ്ച് കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ തന്നെ ജ്യൂസസ് ഐറ്റം ചില പേർക്ക് അതും പറ്റാറില്ല.
പിന്നെ അതുമല്ല, നമുക്ക് എന്നും വൈറ്റമിൻ സി ഇങ്ങനെ നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്താൻ സമയമില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ട്. അതായത് അവർ തിരക്ക് പിടിച്ച ഒരു ലൈഫായിരിക്കും, ബിസി ലൈഫായിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഈ തിരഞ്ഞെടുത്ത് ഓറഞ്ച് കഴിക്കുക, അങ്ങനെ നമ്മൾ രാവിലെ ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കും, വൈകുന്നേരത്തെ ആ ഒരു ഡിന്നർ ഏതെല്ലോ രീതിയിലാണെന്ന് കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു കൊടുത്തപ്പോൾ 2-3 കസ്റ്റമർ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ള അതിന് വേറെ എന്തെങ്കിലും ഒരു മാർഗങ്ങളുണ്ടോ എന്ന്. അപ്പോൾ വൈറ്റമിൻ സി നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് കഴിക്കാൻ പറ്റാത്തവർക്ക് ഒരു നല്ല ഒരു പിന്നെ എന്താ പറയുക, ഒരു ടാബ്ലറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വൈറ്റമിൻ സി വേണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഇതിപ്പോൾ വൈറ്റമിൻ സി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും, അതായത് നിങ്ങൾ ഓറഞ്ച് ഡെയിലി കഴിക്കുന്ന ആൾ, അല്ല ലെമൺ ജ്യൂസ് കഴിക്കുന്ന ആൾ, ഇങ്ങനെ വൈറ്റമിൻ സി നിങ്ങൾ ധാരാളം എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ലെങ്കിലും ഈ ഒരു ടാബ്ലറ്റ് വൈറ്റമിൻ സിയുടെ, അപ്പോൾ ഞാനിത് ഇത്ര കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഡെയിലി ബേസ് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, രാവിലെ വെറും വയറ്റിൽ എടുക്കാൻ പറ്റുന്നവർ എടുക്കാം. പക്ഷെ ഞാൻ വെറും വയറ്റിൽ എടുക്കാറില്ല, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കാൽ. വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ തന്നെ കിട്ടും. ഇത് ഞാൻ ലാസ്റ്റ് ടൈം കാണിച്ചത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആയിരുന്നു. അത് നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണ്. പക്ഷേ ഈ ടാബ്ലറ്റ് നമ്മൾ സ്കിന്നിന് അപ്ലൈ ചെയ്യുന്ന ടാബ്ലറ്റ് അല്ല, ഇത് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ടാബ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേര് പറയണമെന്നൊന്നുമില്ല, വൈറ്റമിൻ സി ടാബ്ലറ്റ്, അതായത് നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ തരും കേട്ടോ. അപ്പോൾ ഈ ടാബ്ലറ്റ് എങ്ങനെ നമ്മൾ കഴിക്കുകയെന്ന് വെച്ചാൽ, ഇത് ഒരു ദിവസം ഒരെണ്ണം മതി കേട്ടോ. ഒറ്റ ഒരു ടാബ്ലറ്റ്, ഞാൻ ടാബ്ലറ്റ് കാണിച്ചു തരാം. നല്ല നമ്മൾ ഇപ്പോൾ ഒരു മുട്ടായി എല്ലാം തിന്നുന്ന ആ ഒരു ഫീല് തന്നെ, ഈ ഓറഞ്ച് മുട്ടായി എല്ലാം തിന്നുന്ന ആ ഫീല് തന്നെയാണ് കേട്ടോ ഈ ടാബ്ലറ്റിന്. ഇതാണ് ടാബ്ലറ്റ്, കാണുന്നുണ്ടല്ലോ. ശരിക്കും നമ്മൾ പാരസെറ്റാമോളെല്ലാം ഉള്ളതുപോലെ തന്നെ, പക്ഷെ അതിലും കുറച്ച് വലുപ്പം കൂടിയതാണ്. ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഈ ടാബ്ലറ്റ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഓറഞ്ച് ഷെയ്ഡ് കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ടാബ്ലറ്റ് നമ്മൾ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ഏജൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള ഏജ്, അതായത് 18 കംപ്ലീറ്റ് ആയതിൻ്റെ അപ്പുറത്തേക്കുള്ള എല്ലാവർക്കും ഇത് കഴിക്കുക. അത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗുളികയാണ്. ഡെയിലി ബേസിസിൽ ഇത് നിങ്ങൾ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് സ്കിന്നിനുള്ള ബെനിഫിറ്റ് മാത്രമല്ല, ഞാൻ അന്ന് ഒരു വീഡിയോസിൽ ഞാൻ പറഞ്ഞായിരുന്നു, വൈറ്റമിൻ സി നമുക്ക് കുറയുമ്പോൾ ധാരാളം ടയേർഡ്നെസ് ഫീൽ ആകും, നമുക്ക് ഒന്നിനും ഒരു ഉണർച്ചയില്ലാത്ത ഒരു സംഭവം, നമുക്ക് എന്ത് തന്നെ നമ്മൾ ചെയ്യാൻ പോയാലും വല്ലാത്തൊരു മടി, അലസത എന്ന് വെച്ചാൽ ശരീരം കൊണ്ട് അത്രയ്ക്ക് നല്ല ക്ഷീണമുള്ള ഒരവസ്ഥയായിരിക്കും. അപ്പോൾ ഈ വൈറ്റമിൻ സി കുറവുള്ളവർക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ വരാറുണ്ട്. എന്താ അലസത, ഒരു തളർച്ച, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ സി നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്കിന്നിന് മാത്രമല്ല, നമുക്ക് ആ ഒരു ഉന്മേഷവും കിട്ടും കേട്ടോ. അപ്പോൾ ഡെയിലി ഇത് പിന്നെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, അതായത് സ്ത്രീകളോ പുരുഷന്മാരോ ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് എന്താന്ന് പറഞ്ഞാൽ, ഇതിന് പ്രത്യേകിച്ചിട്ട് ഒരു സമയം ഞാനിപ്പോൾ വായിച്ചതിലും ഞാൻ അറിഞ്ഞതിലും ഒന്നും പ്രത്യേകിച്ചിട്ട് ഒരു സമയമൊന്നും ഇതിന് റെഫർ ചെയ്യുന്നില്ല. രാവിലെ വെറും വയറ്റിൽ എടുക്കാതെ ഇരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഏത് സമയം, നമ്മളിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ ഫ്രീ സമയങ്ങൾ ഉണ്ടാവുമല്ലോ, വെറുതെ ഇരിക്കുന്ന സമയം, അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ സമയം, അല്ല ലഞ്ച് കഴിഞ്ഞ സമയം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കിടക്കാൻ പോകുന്ന സമയം, ആ സമയത്ത് ഇതൊന്ന് എടുത്തിട്ട് ഇങ്ങനെ വായിൽ വെച്ചാൽ മതി കേട്ടോ. വായിൽ വെച്ചാൽ തന്നെ അത് അങ്ങനെ അലിഞ്ഞ് അങ്ങനെ പോയിക്കോളും. അപ്പം മെല്ലെ അത് പെട്ടെന്ന് ഇങ്ങനെ കടിച്ച് ചവച്ച് ഇറക്കാൻ പാടില്ല. അപ്പം മെല്ലെ അലിയിച്ചെടുക്കുക. ഇപ്പോൾ അങ്ങനെ വായിലിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം കുടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിനെ പൊടിച്ചിട്ട് ഫേസിന് സിറമാക്കിയിട്ടെല്ലാം ഇടുന്നത്. എത്രത്തോളം റിസൾട്ട് തരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ സാധാരണ എടുക്കുന്ന ടാബ്ലറ്റിൻ്റെ ഒരു കമ്പനി വേറൊരു ടാബ്ലറ്റ് ആയിരുന്നു. പക്ഷേ ഇത് പുതിയതാണ്. അപ്പോൾ ഇത് വിസീസ് പിന്നെ ടാബ്ലറ്റ് ആണ്, വിസീസ്. അപ്പോൾ എന്താ പറയുക, എന്നൊരു വലിയ ഉന്മേഷമൊന്നും ഇല്ല എനിക്ക്, എന്താണെന്നറിയില്ല. അപ്പോൾ സോറി, വീഡിയോ ധാരാളം സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഈ ഒരു ടാബ്ലറ്റ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് തൊട്ടിട്ട് ഇത് കഴിക്കാൻ വേണ്ടി കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഷുഗർ പേഷ്യൻ്റ് ആണ്, അല്ല BP യുടെ പേഷ്യൻ്റ് ആണ്, അപ്പോൾ നിങ്ങൾ വേറെ ടാബ്ലറ്റ്സുകൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ
നിങ്ങളുടെ ഡോക്ടറിനോട് ഒന്ന് നിങ്ങളുടെ ഒന്ന് സംസാരിച്ചിട്ട് ഇത് എടുക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എത്രത്തോളം സേഫ് ആണെന്ന് അറിഞ്ഞിട്ട് വേണം ഈ ടാബ്ലറ്റ് നിങ്ങൾ എടുക്കാൻ കേട്ടോ. അപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ മെഡിസിൻ എടുക്കുന്ന ആൾക്ക് ഇത് എത്രത്തോളം സേഫ് ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വേറെ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ഇത് ധൈര്യത്തോട് തന്നെ എന്നും കഴിക്കാറുണ്ട്, ഡെയിലി ബേസിസിൽ ഞാനിത് കഴിക്കാറുണ്ട്. അപ്പോൾ ചില സമയം ഞാനിത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മൈനസ് റിസൾട്ട് എനിക്ക് വരാറുണ്ട്. അതായത് തളർച്ചയും ഫേസിന് ഒരു ഡിസ്കളറേഷനും ഒരു ഗ്ലോയിങ് ഇല്ലാത്തതും എല്ലാം തോന്നാറുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു എന്താ പറയുക, നമ്മൾ ഒരു മുട്ടായിയെല്ലാം തിന്ന ആ ഒരു ഫീല് തന്നെ ഉണ്ട് ഈ ടാബ്ലറ്റിന്. അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നിങ്ങളോട് ഞാൻ പറയാറുണ്ട്, ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് വന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളൂ എന്ന്. അപ്പോൾ ധൈര്യത്തിലാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എപ്പോഴും ഇത് കഴിക്കാറുമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഫേസിൽ പിമ്പിൾ വന്നിട്ട് ഉണ്ടാകുന്ന മാർക്സ് വരെ ഇത് ഒരു 1-2 ടാബ്ലറ്റ്സ് ഞാൻ കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് ലൈറ്റായിട്ട് തോന്നാറുണ്ട്. വൈറ്റമിൻ സിയുടെ മെയിൻ ഒരു സംഭവം തന്നെ അത് തന്നെയാണ്. നമ്മുടെ മാർക്സ് എല്ലാം കൂടുതലായിട്ട് അത് റിമൂവ് ചെയ്യും. പിഗ്മെന്റേഷനും ഒരു ഡാർക്ക് സ്പോട്ട്സും ഇങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും വൈറ്റമിൻ സി അതിനെ റിമൂവ് ചെയ്യും. അപ്പോൾ ഇത് ഫേസ് പാക്കിലെല്ലാം ഉൾപ്പെടുത്താറുണ്ട്. അത് എത്രത്തോളം സേഫ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ അത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ടാബ്ലറ്റ് ഞാൻ നിങ്ങളുടെ മുമ്പ് തന്നെ തിന്നാട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, ഒരു ഓറഞ്ച് ഫ്ലേവർ ഉള്ള ഒരു മുട്ടായി തിന്ന ആ ഒരു ഫീല് തന്നെയാണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ വേറെ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ദിവസത്തിൽ ഒരു ടാബ്ലറ്റ് കഴിക്കാം. ഒന്നേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കഴിക്കാവൂന്ന് നിങ്ങൾക്ക് അറിയേണ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ, വായൊക്കെ അതിട്ടിട്ട് ഭയങ്കര ഡിസ്റ്റർബ് ആവുന്നുണ്ട്, അതിൻ്റെ ടേസ്റ്റ് കാരണം എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ കൂടുതൽ കഴിക്കാൻ പറ്റുമെന്ന് നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ചോദിക്കലാണ് ഏറ്റവും ബെറ്റർ. നിങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടേഴ്സ് എല്ലാം ഉണ്ടാവുമല്ലോ പരിചയമുള്ള. നിങ്ങൾ സാധാരണ പോകുന്ന ഡോക്ടേഴ്സോട് വൈറ്റമിൻ സിയുടെ ഗുളിക ഒരു ദിവസം എത്ര എണ്ണം കഴിക്കാമെന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ ഞാൻ അറിയുന്നത് ഒരു ദിവസം 1 മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. ഞാൻ അതുപോലെ തന്നെ കഴിക്കാറും. ഒരു ദിവസം 1 മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ സ്കിന്നിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ സി. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ സി നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് ആവശ്യമുള്ളത്ര വൈറ്റമിൻ സി കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടാതെ പോകുമ്പോൾ നമ്മൾ ഒരു സപ്ലിമെൻറ്റ് കൊടുക്കുകയാണ്, പുറത്തുനിന്ന് ഒരു സപ്ലിമെൻറ്റ് കൊടുക്കുകയാണ് ഗുളികയുടെ രൂപത്തിൽ. ഓക്കെ, അതാണ് ഈ വൈറ്റമിൻ സി. അല്ലാതെ ഇത് ഏതെങ്കിലും സൂക്കടുള്ളവർക്ക് കൊടുക്കുന്ന ഗുളികയൊന്നുമല്ല. വൈറ്റമിൻ സി കുറവുള്ളവർക്ക് പുറത്തുനിന്ന് ഒരു സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വൈറ്റമിൻ സി ടാബ്ലറ്റ് മേടിക്കുക. എന്നിട്ട് ഡെയിലി നിങ്ങളൊന്ന് ഇപ്പം നിങ്ങൾ വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ പാട് ഇത് നിങ്ങളുടെ ബാഗിൽ തന്നെ വെക്കുക. പുറപ്പെടുന്ന സമയത്ത് ഒന്ന് വായിലിട്ട്, നമ്മളിപ്പോൾ മുട്ടായാലും തിന്ന് പുറപ്പെടാറില്ലേ, ചില പേര് വായിലിട്ട് അങ്ങനെ നടന്നു വരുന്നതല്ല സംഭവമില്ല, അതുപോലെ കഴിച്ചുകൊണ്ട് വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊരു ഷീറ്റ് കഴിച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ പ്ലീസ് എനിക്കൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയണേ. അപ്പോൾ എനിക്കുള്ള വ്യത്യാസം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. വൈറ്റമിൻ സി ടാബ്ലറ്റ് ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോസിൽ ഇട്ടത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. അത് അകത്ത് കഴിക്കുന്ന ടാബ്ലറ്റ് അല്ല, അത് ഓയിൽ എടുത്തിട്ട് നമ്മൾ സ്കിന്നിന് അപ്ലൈ ചെയ്യുന്ന ടാബ്ലറ്റ് ആയിരുന്നു. പക്ഷേ ഈ ടാബ്ലറ്റ് നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ടാബ്ലറ്റ് ആണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇത് കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ജ്യൂസെല്ലാം ആക്കി കുടിക്കാൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് മടിയാണ്. അപ്പം മടിയെന്ന് വെച്ചാൽ ഈ തിരക്കുള്ള സംഭവം ആയതുകൊണ്ട് മടിയാണ്. രാവിലെ വീട് ജോലിയും എൻ്റെ കടയും എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ജ്യൂസെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ ഒരു സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഈ സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം എന്താ പറയുക, ഒരു 5-6 മാസമായി ഞാനിത് കുടിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അതിൻ്റെ നടുക്ക് ഞാൻ ഇത് ഒന്ന് നിർത്തി വെച്ചായിരുന്നു. അപ്പോൾ എനിക്കെന്തോ ഇതൊരു കുടിക്കലാവുന്ന വിട്ടുപോയി ഞാൻ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു. ആ നിർത്തുന്ന സമയത്ത് തന്നെ എനിക്ക് നന്നായിട്ട് ടയേർഡായിരുന്നു. ഏത് സമയവും വല്ലാത്ത ഞാൻ ജോലി ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ഒരു മുഷിപ്പ് തോന്നുന്ന വല്ലാത്തൊരു ടയേർഡ് ഫീൽ ആവുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്കിന്നിനും ഒരുപാട് ഡിസ്കളറേഷൻ വന്നിട്ടുണ്ടായിരുന്നു, പിഗ്മെന്റേഷനും ഒരു ഗ്ലോ ഇല്ലായ്മ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിത് 1 മാസം നിരന്തരമായിട്ട് എടുക്കുക.
പിന്നെ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നിയാൽ കുറച്ച് സമയം നിർത്തി വെച്ചോളൂ, പിന്നെയും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആ നിർത്തി വെക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ സ്കിന്നിൽ മൈനസ് വരുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക കേട്ടോ. എന്നിട്ട് ഒരു മാസത്തേക്ക് പിന്നെ എടുക്കുക. അങ്ങനെ ഗ്യാപ്പ് കൊടുത്ത് എടുത്തോളൂ. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ മോട്ടിവേഷൻ വീഡിയോസ് ചോദിച്ചായിരുന്നു, തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതായിരിക്കും മോട്ടിവേഷൻ്റെ വീഡിയോസ്. അപ്പോൾ എന്താ പറയുക, വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ പറയണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരാം കേട്ടോ. കുക്കിംഗ് വീഡിയോസ് എല്ലാം തുടങ്ങണമെന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫും ചെയ്യാം. ഇപ്പോൾ ന്യൂ ഇയർ എല്ലാം വരികയല്ലേ, നോക്കട്ടെ അന്നത്തെ ഒരു ദിവസം എനിക്ക് മൊത്തത്തിലൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കാം ന്യൂ ഇയറിന്. പിന്നെ ന്യൂ ഇയർ സെലിബ്രേഷനും ചെയ്യണമെന്നുണ്ട്. അത് എത്രത്തോളം സാധ്യമാകുമെന്ന് എനിക്കറിയില്ല, എന്നാലും നോക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ. പ്ലീസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ എൻ്റെ വീഡിയോസ്. ബൈ ബൈ.